ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മളുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ആദ്യത്തെ 2 ക്ലാസ്സിൽ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാവുന്ന രൂപത്തിലേക്ക്, അതായത് എങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്, പിന്നെ അതുപോലെ ഇൻസ്റ്റലേഷൻ, ഈ നമ്മളെ MySQL എന്ന ഈ സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നോക്കി. അപ്പോൾ ഇനി നമ്മൾ എക്സ്പെരിമെൻറ്റിലേക്ക് കടക്കാൻ പോവാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ MySQL എന്നുള്ള സോഫ്റ്റ്വെയർ നമ്മൾ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അതെങ്ങനെയാണ് നമ്മൾ അതിന് എടുക്കുന്നത്, പിന്നെ അതുപോലെ തന്നെ അതിലെങ്ങനെ ഒരു ഡാറ്റാബേസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവർ ഈ MySQL ഇൻസ്റ്റാൾ ചെയ്തിട്ട് ചെയ്ത് നോക്കാം. അല്ലാത്തവർ വിഷമിക്കേണ്ട, നമുക്ക് പിന്നീട് ലാബിൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ അതിൻ്റെ സ്റ്റെപ്സും അതുപോലെ തന്നെ അതിൻ്റെ കമാൻഡ്സും ഒക്കെ പഠിക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, അതിൽ ചിലർക്ക് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു. അത് സ്വാഭാവികമായിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ലാബിലാണെങ്കിലും നമുക്ക് ആ സമയത്ത് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. പക്ഷെ ഇതിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെ ഉണ്ടാവും, പക്ഷെ അത് ബോധറേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിൽ ഒരു അത് നമ്മളൊരു സിൻടാക്സ് പറയുന്ന സമയത്ത് ആ രീതിയിലാണ് പറയാം. അതായത് ക്രിയേറ്റ് ഡാറ്റാബേസ് പറഞ്ഞിട്ട് ഡാറ്റാബേസ് _നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡാറ്റാബേസിന്റെ പേര് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡാറ്റാബേസ് _നെയിം എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡ്, അതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഡാറ്റാബേസിന് ഒരു ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ആ ഡാറ്റാബേസ് നെയിം കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പൊ ചിലർ വിചാരിച്ചത് ആ ഡാറ്റാബേസ് _ കഴിഞ്ഞിട്ട് നെയിം എന്നുള്ളത് ഇതാണ് മാറ്റിങ്ങായിട്ട് വെക്കേണ്ടത്. അപ്പൊ സ്റ്റുഡന്റ് എന്നാണെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു. അപ്പോൾ ഡാറ്റാബേസ് _സ്റ്റുഡന്റ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കുക. അപ്പോൾ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്നുള്ള കീവേഡ്സ് രണ്ടും നിർബന്ധമായിട്ട് വേണം. അങ്ങനെയാണ്. അപ്പോൾ സ്റ്റുഡന്റ് എന്നുള്ള പേരിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ സിൻടാക്സ് വരിക ക്രിയേറ്റ് ഡാറ്റാബേസ് സ്റ്റുഡന്റ്, അത് കഴിഞ്ഞിട്ട് സെമിക്കോളൻ ഇടുക. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കമാൻഡ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡേ ഇതിനുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ക്വസ്റ്റ്യൻ തരാൻ ചെയ്യുക. അതിലൊരു ചില സമയത്ത് ഒരു 5-8 ക്വറീസോ അല്ലെങ്കിൽ 10 ക്വറീസോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഓരോ ക്വറീസും എങ്ങനെയാണ് എഴുതുന്നത്, അതുപോലെ ഈ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും, ആ ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുണ്ടാവും, ആ ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുണ്ടാവും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ആ ഡാറ്റാബേസിൽ ഹൗ ടു ക്രിയേറ്റ് എ ടേബിൾ ഇൻ ഇറ്റ്, ആ ഡാറ്റാബേസിനുള്ളിൽ ഒരു ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ, അതുപോലെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, ടേബിളിൽ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ, ഇതിനൊക്കെ കുറേ കമാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ കമാൻഡ്സ് പല ടൈപ്സ് കമാൻഡ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? മെയിൻലി ദർ ആർ 4 types ഓഫ് കമാൻഡ്സ്. ഏതൊക്കെയായിരുന്നു? DDL, DML എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 ടൈപ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് DDL ഉം DML ഉം ആണ്. ഇപ്പോൾ DDL എന്ന് പറഞ്ഞാൽ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ്, DML മീൻസ് ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജ്. അപ്പോൾ ഈ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും അതിനൊക്കെ ഒരു സ്ട്രക്ചർ, ടേബിളിൻ്റെ സ്കീമ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈ ഡാറ്റ ഡെഫിനിഷൻ ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. ഡാറ്റ മാനിപ്പുലേഷൻ ലാംഗ്വേജോ, അതായത് ഡാറ്റയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലേ? ഒരു ഡാറ്റ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, ഒരു ഡാറ്റ എങ്ങനെ എഡിറ്റ് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ DML കമാൻഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഞാൻ നോട്ട് പാഡിൽ ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ പോവാണ്. ക്രിയേറ്റ്
a database named academic. Create a table student with fields roll number, name, age, branch and semester. Okay. So create a database named academic. Create a table student with fields roll number, name, age, branch and semester. ഇനി ഇതെങ്ങനെ നമ്മൾ ഈ MySQL യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ഒരു ടേബിളിൻ്റെ ഒരു ഫോർമാറ്റ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു എക്സൽ ഷീറ്റ് എടുത്തു. ഇനി അതിൽ എങ്ങനെയാണ് ആ ടേബിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ഡാറ്റാബേസ് അക്കാഡമിക് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാം അല്ലേ. എന്നിട്ട് അതിലൊരു ടേബിൾ, ആ ടേബിളിൻ്റെ ഫീൽഡ്സ് ആണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ എക്സലിൽ ജസ്റ്റ് നമ്മളൊരു ടേബിൾ, ഇപ്പോൾ ആ റോൾ നമ്പർ, നെയിം, ഏജ്, ബ്രാഞ്ച്, സെമസ്റ്റർ എന്നൊക്കെ പറയുന്നത് എന്താ, അതിൻ്റെ ഹെഡേഴ്സാണ് അല്ലേ. ടേബിളിനൊരു ഹെഡർ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ആ ഹെഡിങ് വരുന്ന ആ റോ അതാണ് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യുന്നത്. റോൾ നമ്പർ, നെയിം, ഏജ്, ബ്രാഞ്ച്, സെമസ്റ്റർ, ഇത്രയാണ് ഇതിൻ്റെ ഹെഡിങ് അല്ലേ. ഇനി നമ്മൾ ആ ടേബിളിൽ കുറേ റോസും കോളംസും ഉണ്ടായിരിക്കും. കോളംസ് നമ്മൾ ഇപ്പോൾ അറിഞ്ഞു, ഈ കോളംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫീൽഡ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന് വിഡ്ത്ത് അല്ലേ, ഓരോന്നിനും വേണ്ട വിഡ്ത്ത്, അതിൻ്റെ സ്പേസ് വ്യത്യാസം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ സൈസിലുള്ള ആ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നെയിമൊക്കെ ആണെങ്കിൽ കുറച്ച് വിഡ്ത്ത് കൂടുതൽ വേണ്ടി വരും, റോൾ നമ്പർ ആണെങ്കിൽ അത്ര വേണ്ട അല്ലേ. ഇതാണ് ഒരു ടേബിൾ. ഇപ്പോൾ നോക്കുക, ഇപ്പോൾ ഇതാണ് ഒരു ടേബിൾ അല്ലേ. അപ്പോൾ ഈ ടേബിളിൽ ഇപ്പോൾ എന്താണ്, ഡാറ്റ ഒന്നുമില്ല, പക്ഷെ എന്താണ്, ആ ടേബിളിൻ്റെ ഒരു സ്കീമ ഉണ്ട് അല്ലേ, ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ ഈ സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന DDL കമാൻഡ്സ് ആണ്. ഓക്കെ. അപ്പോൾ ഇനി ഇപ്പോൾ നമ്മളിപ്പോൾ പിന്നെ MySQL ചെയ്യുന്ന സമയത്ത്, ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ടേബിളിൻ്റെ ഹെഡർ മാത്രമാണ് ക്രിയേറ്റ് ആവുന്നത്. അതിൽ ഡാറ്റ ഒന്നും ഉണ്ടാവില്ല. ഡാറ്റ ബ്ലാങ്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഡാറ്റ ആഡ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ റോ ആഡ് ചെയ്ത് വരികയാണ് ചെയ്യാം. ഇനി നമുക്ക് ഡാറ്റ കൊടുത്തു നോക്കാം. ഞാൻ റോൾ നമ്പർ 1 കൊടുത്തു, ഒരു പേര് കൊടുത്തു, ഏജ് 20, അയാളുടെ ബ്രാഞ്ച് ഏത് സെമസ്റ്റർ ആണെന്നുള്ളത് കൊടുത്തു. ഇനി വീണ്ടും ഡാറ്റ ഞാൻ എൻ്റർ ചെയ്യണം. അടുത്ത ആളുടെ നമ്പർ 2, നെയിം, റോൾ നമ്പർ 2, നെയിം, ഏജ്, ബ്രാഞ്ച്, സെമസ്റ്റർ. അതുപോലെ ഒരാളുടെയും കൂടി ഇൻസെർട്ട് ചെയ്യാണ്. നമ്പർ 3, ഏജ്, ബ്രാഞ്ച്, സെമസ്റ്റർ. ഓക്കെ. അപ്പോൾ ഈ ഒരു ടേബിളിൽ 3 ആളുടെ ഡാറ്റ ഉണ്ട് അല്ലേ, 3 ആളുടെ ഡാറ്റ ഉണ്ട്.
ഇപ്പോൾ ഈ രീതിയിൽ നമ്മൾ MySQL ഓരോന്ന് ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഓരോ റോ ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങളിപ്പോൾ നോക്കിയാൽ കഴിഞ്ഞാൽ ഇതിന് ഫസ്റ്റ് റോ അത് ഒരാളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് അല്ലേ. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന പേര് റെക്കോർഡ് എന്നാണ്, ഒരു റെക്കോർഡ് എന്ന് പറയും. അതേപോലെ തന്നെ ഫീൽഡ്, ഈ ഓരോ കോളത്തിനെയാണ് നമ്മൾ ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരുന്നതിന് റെക്കോർഡും വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസിനെ ഫീൽഡ് എന്നും പറയും. ഇനി നമ്മൾ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ ഈ MySQL അതിൻ്റെ പിന്നെ ഓൾ പ്രോഗ്രാംസിൽ വരിക, MySQL ഫോൾഡർ ക്ലിക്ക് ചെയ്യുക, MySQL സെർവർ ക്ലിക്ക് ചെയ്യുക, അതിൽ കമാൻഡ് ലൈന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാസ്വേഡ് ചോദിക്കും. അവിടെ പാസ്വേഡ് അടിച്ചു കഴിഞ്ഞാൽ MySQL പ്രോംപ്റ്റ് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇവിടെ വെച്ചിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ ഇതിൽ കാണുന്ന എക്സൽ ഷീറ്റിൽ കാണുന്ന ആ രീതിയിലുള്ള ഒരു ടേബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലേ. അക്കാഡമിക് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചതാണ്. എന്തായിരുന്നു കോഡ്? ക്രിയേറ്റ് ഡാറ്റാബേസ്. എന്താ ഡാറ്റാബേസിൻ്റെ പേര്? അക്കാഡമിക് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. ഇപ്പോൾ അവിടെ ക്വറി ഓക്കെ എന്ന് കണ്ടു അല്ലേ. അപ്പോൾ നമ്മൾ റൺ ചെയ്ത ക്വറി ഓക്കെ ആണ്. അപ്പോൾ ആ ഡാറ്റാബേസ് അക്കാഡമിക് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. ഇനി ആ ഡാറ്റാബേസ് കാണണമെന്നുണ്ടെങ്കിൽ ഷോ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ട് സെമിക്കോളം കൊടുക്കും. അപ്പോൾ അതിൽ ലിസ്റ്റ് ചെയ്യും ഏതൊക്കെ ഡാറ്റാബേസ് ആ സെർവറിൽ SQL സെർവറിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കും. അപ്പോൾ അതിൽ കാണാം അക്കാഡമിക് കാണാം അല്ലേ. ഇനി അതിൻ്റെ താഴെ നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ കമ്പ്യൂട്ടറും ഉണ്ട്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡാറ്റാബേസും കാണാം. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഏത് ഡാറ്റാബേസിലാണോ നമ്മൾ ചേഞ്ച് ചെയ്യുക അതിലേക്ക് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് യൂസ് ആ ഡാറ്റാബേസിൻ്റെ പേര്. അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഡാറ്റാബേസിൻ്റെ പേര് അക്കാഡമിക് ആണ്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ് വരിക. നമ്മൾ ഒരു ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ഡാറ്റാബേസ്, ആ ഡാറ്റാബേസിൻ്റെ പേര്, യൂസ് ഡാറ്റാബേസ് നെയിം എന്നാണ്. അതായത് യൂസ് കൊടുത്തിട്ട് ഡാറ്റാബേസ് വേണ്ട, യൂസ് ഡാറ്റാബേസ് നെയിം. അപ്പോൾ യൂസ് അക്കാഡമിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡാറ്റാബേസ് ചേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഏതിലാണ്? അക്കാഡമിക് എന്ന് പറയുന്ന ഡാറ്റാബേസിലാണ് ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. ഇനി ഇവിടെ വെച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ, ടേബിൾസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു പിന്നെ ഡാറ്റാബേസിലാണ് അത് ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ ഇതിൽ കണ്ടോ, ഷോ ടേബിൾസ് അടിച്ച സമയത്ത് empty സെറ്റ് എന്നാണ് കാണിച്ചത്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഡാറ്റാബേസ് ആണ്. അപ്പോൾ അതിൽ എന്താണ്, അതിൽ ഓൾറെഡി ടേബിൾസ് ഒന്നുമില്ല അല്ലേ. നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയ ഒരു ഡാറ്റാബേസ് ആയതുകൊണ്ട് അതിലെന്താണ്, അതിൽ ടേബിൾസ് ഒന്നുമില്ല, ബ്ലാങ്ക് ആണ് അല്ലേ. ഡാറ്റാബേസിൽ ടേബിൾസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഷോ ടേബിൾസ്, ഒരു ഡാറ്റാബേസിലെ ടേബിൾസ് കാണണമെന്നുണ്ടെങ്കിൽ ഷോ ടേബിൾസ് കൊടുത്താൽ മതി. അപ്പോൾ ഷോ ടേബിൾസ് കൊടുത്ത സമയത്ത് എന്താ കണ്ടത്? empty സെറ്റ്, അതായത് അതിൽ ഡാറ്റാബേസും ഒന്നുമില്ല. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത അക്കാഡമിക് എന്ന് പറയുന്ന ഡാറ്റാബേസിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവുക. കാരണം ഡാറ്റ ഒക്കെ നമുക്ക് ടേബിളിൻ്റെ ഉള്ളിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഏത് ടേബിൾ? ആ ടേബിളിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത് സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിലാണ്. അപ്പോൾ ആ സ്റ്റുഡൻറ്റിന് എത്ര ഫീൽഡ് വേണം, എത്ര കോളംസ് വേണം അതും പറഞ്ഞിട്ടുണ്ട്. റോൾ നമ്പർ, നെയിം, ഏജ്, ബ്രാഞ്ച്, സെമസ്റ്റർ അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ഡാറ്റാബേസ് ഉണ്ടാക്കി. ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്താണ്? ടേബിളാണ്. അപ്പോൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ എന്താണ്, ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, നമ്മൾ ടൈപ്പ് ചെയ്യാണ് ക്രിയേറ്റ് ടേബിളിൻ്റെ പേരെന്താ പറഞ്ഞിരിക്കുന്നത്? സ്റ്റുഡൻറ്റ് അല്ലേ. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് കൊടുക്കുക, എന്നിട്ട് ബ്രാക്കറ്റ് ഇടുക. നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ ആണ് ഫീൽഡിൻ്റെ പേരുകൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫീൽഡ് ഏതാണ് വരേണ്ടത്? റോൾ നമ്പർ. അപ്പോൾ റോൾ നമ്പർ കൊടുക്കുക. റോൾ നമ്പർ കൊടുത്തിട്ട് അത് ഏത് ടൈപ്പ് ഡാറ്റയാണ് എന്നുള്ളത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പോൾ റോൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് എന്താണ്? റോൾ നമ്പർ എന്ത് ടൈപ്പ് ഡാറ്റയാണ് ഉണ്ടാവുക? റോൾ നമ്പർ നമ്പേഴ്സ് ആണ് അല്ലേ. നമ്പേഴ്സ് മീൻസ് ഇൻറ്റിജർ. അപ്പോൾ ഇൻറ്റിജർ വാല്യൂ ആണെങ്കിൽ നമ്മൾ അതിന് കൊടുക്കേണ്ട
ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ്റ് ആണ്. അപ്പോൾ ഇൻ്റ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എത്രയാണ് സൈസ്, ഇൻറ്റിജർ എത്ര ഡിജിറ്റുള്ള ഇൻറ്റിജർ ആണെന്നുള്ളത് ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഇൻറ്റ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ 2 കൊടുത്താൽ അതിൻ്റെ മീനിങ് എന്താ, 2 ഡിജിറ്റുള്ള ഇൻറ്റിജർ. അപ്പോൾ നമ്മൾ ഒരു ക്ലാസ്സിൽ ടോട്ടല് എത്ര കുട്ടികളുണ്ടാവും, മാക്സിമം 66 പേരൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് അത് റെപ്രസെൻ്റ് ചെയ്യാൻ എത്ര ഡിജിറ്റ് മതി, 2 ഡിജിറ്റ് മതി അല്ലേ. അപ്പോൾ നമ്മൾ ഇൻറ്റ് കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക, 2 എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അതുപോലെ പിന്നെ വ്യത്യസ്ത ഡാറ്റ ടൈപ്സ് ഉണ്ട്. അപ്പോൾ ഇൻറ്റ് പോലെ തന്നെ ഇപ്പോൾ നെയിം, തൊട്ടടുത്ത കോളം നെയിമാണ്. അപ്പോൾ നെയിമിൽ നമ്മൾ അവിടെ ഇൻറ്റിജർ ആണോ എൻ്റർ ചെയ്യുക, അല്ല അല്ലേ. നെയിം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ് ആണ് അല്ലേ. അപ്പോൾ ഒരു സ്ട്രിങ് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് അവിടെ varchar എന്ന് കൊടുക്കേണ്ടത്, VARCHAR, അതാണ് അതിൻ്റെ ടൈപ്പ്, varchar ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കുക, നമ്മളിവിടെ ടൈപ്പ് ചെയ്തു ഇൻറ്റ് ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ് കൊടുക്കുക അല്ലേ. റോൾ നമ്പറിൻ്റെ മാക്സിമം സൈസ് 2 ഡിജിറ്റ് വരുള്ളൂ, അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റിൽ 2 കൊടുത്തു. എന്നിട്ട് കോമ ഇടുക. കോമ ഇട്ടതിന് ശേഷം അടുത്ത ഫീൽഡ് നെയിം, നെയിമിൻ്റെ ടൈപ്പ്, ഡാറ്റ ടൈപ്പ് എന്താ, varchar അതിൻ്റെ സൈസ് കൊടുക്കുക. ഞാൻ 20 കൊടുത്തു, കോമ ഇട്ടു. അടുത്തത് കൊടുത്തു ഏജ് അതുപോലെ എന്താ, ഇൻറ്റിജർ വാല്യൂ ആണ് വരിക അല്ലേ. അപ്പോൾ ഏജിന് അതുപോലെ എത്ര ഡിജിറ്റ് വേണം, 3 വേണം. ചില 100 വയസ്സ് കൂടുതലുള്ളവരൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മൾ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് 2 ഡിജിറ്റ് മതി അല്ലേ. അപ്പോൾ കോമ ഇടുക, അടുത്തത് കൊടുക്കുക. എന്താണ്, ബ്രാഞ്ചിൻ്റെ ടൈപ്പ് ഏതാ, അതും varchar ആണ് അല്ലെ, സ്ട്രിങ് ആണ് വരിക. അപ്പോൾ varchar കൊടുത്തിട്ട് അതിൻ്റെ സൈസ് കൊടുത്തു, എത്രയാണ്, 15 കൊടുത്തു. നെക്സ്റ്റ് സെമസ്റ്റർ നമ്മൾ 1, 2, 3 ഡിജിറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ ഇൻറ്റ് കൊടുക്കുക. ഇൻറ്റ് എത്ര സൈസ് കൊടുക്കണ്ടേ, ഇൻറ്റിജർ സിംഗിൾ അല്ലേ, സിംഗിൾ മതി അല്ലേ, 1 കൊടുത്താൽ മതി. അതായത് സെമസ്റ്റർ 1, 2, 3, 4, 5, 6 അത്രയല്ലേ വരുള്ളൂ. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബ്രാക്കറ്റ് ആദ്യം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ലാസ്റ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റിൽ 2 ബ്രാക്കറ്റ് കണ്ടിട്ടുണ്ടാവും, കൺഫ്യൂഷൻ ആവണ്ട. അതൊരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തത് ലാസ്റ്റ് നമ്മൾ ഇൻറ്റ് എന്ന് പറഞ്ഞ് 1 ബ്രാക്കറ്റിൽ കൊടുത്തില്ലേ, അതിൻ്റെ ക്ലോസ് ആണ്. അതിനുശേഷം പിന്നെ പുറത്ത് വരുന്ന ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഏത് ബ്രാക്കറ്റാണ്, നമ്മൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തുടങ്ങിയ ആ ബ്രാക്കറ്റാണ് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് സെമിക്കോളൻ ഇട്ടിട്ട് എൻ്റർ ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പോൾ എൻ്റർ ചെയ്ത സമയത്ത് ആ കൊറി എന്തോ എറർ ഉണ്ട് അല്ലേ, ആ കൊറി കറക്റ്റ് ആയിട്ടില്ല. കൊറി കറക്റ്റ് ആണെങ്കിൽ കൊറി ഓക്കെ എന്ന് പറഞ്ഞിട്ട് വരും. പക്ഷെ ഇവിടെ കൊറി ഓക്കെ ആയിട്ടില്ല, എറർ മെസ്സേജ് ആണ് വന്നിട്ടില്ലേ. എന്താണ് എറർ മെസ്സേജ് വന്നിട്ടില്ലേ, സെർവർ ഫോർ ദി റൈറ്റ് സിൻടാക്സ് അല്ലേ. സിൻടാക്സിൽ എന്തോ എറർ ഉണ്ട്, നിയർ 1 ഇട്ട് അതിൻ്റെ അടുത്തായിട്ട് എന്തോ സിൻടാക്സ് എററാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ എറർ വന്നിട്ടുള്ളത്, നമ്മൾ സെമസ്റ്റർ എഴുതിയിട്ട് അതിൻ്റെ ടൈപ്പ് കൊടുത്തിട്ടില്ല അല്ലേ. വെറും 1 നമ്മൾ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഏത് ടൈപ്പാണെന്ന് കൊടുത്തിട്ടില്ല, ഇൻറ്റിജർ ആണോ varchar ആണോ എന്ന് കൊടുത്തിട്ടില്ല. അതാണ് എറർ വന്നത്. അപ്പോൾ അത് ഞാൻ തിരുത്താണ്. സെമസ്റ്റർ എന്താണ് വരിക, ഇൻറ്റ് ആണ് അല്ലേ. ഇൻറ്റ് ബ്രാക്കറ്റിൽ 1 കൊടുത്തു. ഇനി എൻ്റർ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ മിസ്റ്റേക്ക് വന്നാൽ വീണ്ടും ആ കൊറി ഒന്നും കൂടി ടൈപ്പ് ചെയ്തിട്ട് പിന്നെ ഒന്നുകൂടി റൺ ചെയ്താൽ മതി, ഒന്നുകൂടി എൻ്റർ ചെയ്യാം. കണ്ടോ, കൊറി ഓക്കെ അല്ലേ, 1 റോ എഫക്റ്റഡ്. അപ്പോൾ ഒരു പിന്നെ ടേബിള് അവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി നമുക്ക് ആ ടേബിൾ ഷോർട്ട് ടേബിൾസ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാൻ പറ്റും. കണ്ടോ, ടേബിൾസ് ഇൻ അക്കാഡമിക് എന്ന് പറയുന്ന ആ ഒരു ഡാറ്റാബേസിൽ നമ്മൾ എന്തുണ്ടാക്കി, സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ എന്താണ് അതിൽ ഡാറ്റ ഒന്നും ഇല്ല അല്ലേ. ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്തില്ല, ജസ്റ്റ് നമ്മൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ, ടേബിളിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രം ക്രിയേറ്റ് ചെയ്യും. ഇനി നോക്കാം,
ഇപ്പോൾ ടേബിൾ ഇൻ അക്കാഡമിക്, അതിൽ സ്റ്റുഡൻറ്റ് മാത്രമാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തത്. ഇപ്പോൾ ഇവിടെ ആ ഇതിൽ നോക്കുക, എക്സലിൽ ഞാൻ പേര് മാറ്റുകയാണ്, ആ ഷീറ്റ് 1 എന്നുള്ള അക്കാഡമിക് ആക്കി. കാരണം അതൊരു ഡാറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ആ ഷീറ്റ് ഡാറ്റാബേസ് അക്കാഡമിക് എന്നുള്ള ഡാറ്റാബേസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഷീറ്റ് അക്കാഡമിക് എന്നുള്ള ഒരു ഡാറ്റാബേസ് ആണെന്ന് കൺസിഡർ ചെയ്യും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഷീറ്റിൽ നമുക്ക് നമ്പർ ഓഫ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? കുറേ ടേബിൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഒരു ടേബിൾ അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്, അതേപോലെ കുറേ ആ ഷീറ്റിൽ നമുക്ക് കുറേ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് നമ്മളൊരു ഡാറ്റാബേസ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ നമുക്ക് ഒരുപാട് ടേബിൾസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഈ ടേബിളിന് ഒരു പേര് കൊടുക്കുകയാണ്, സ്റ്റുഡൻറ്റ് അല്ലേ? സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിലാണ് നമ്മൾ ടേബിൾ ഉണ്ടാക്കിയത് അല്ലേ? അപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിളാണ് അവിടെ കാണിച്ചിരിക്കുന്നത് എക്സൽ ഷീറ്റിൽ. ഇനി ഡാറ്റ ഈ പറഞ്ഞിരിക്കുന്ന, ഇപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്ന 3 ആളുടെ റെക്കോർഡുണ്ട് അല്ലേ? ആ ഒരു ഡാറ്റ നമുക്ക് എന്ത് ചെയ്യാം, MySQL എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻസേർട്ട് ചെയ്യാനാണ്, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ. അപ്പോൾ ഈ ഡാറ്റ മാനിപ്പുലേഷൻ കമാൻഡ്സ് ആണ് ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ. അപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ DDL കമാൻഡ്സ് ആണ് യൂസ് ചെയ്തത്. ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് DML കമാൻഡ്സ് ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ MySQL ഇപ്പോൾ എന്തൊക്കെ ചെയ്തു, ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു, അക്കാഡമിക് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തു. ആ ഡാറ്റാബേസിനുള്ളിൽ ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിളും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ടേബിളിന് അതേപോലെ തന്നെ കുറേ ഫീൽഡുകളുണ്ട്, കോളംസ് ഉണ്ട്. ആ കോളംസൊക്കെ നമ്മൾ നെയിം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന, ഇപ്പോൾ ഞാൻ അക്കാഡമിക് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സൽ ഷീറ്റിലെ ഒരു ഷീറ്റ് ഞാൻ അക്കാഡമിക് ആക്കി അല്ലേ? അക്കാഡമിക് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എക്സൽ ഷീറ്റിലെ ഒരു ഷീറ്റിൻ്റെ പേര് ഞാൻ അക്കാഡമിക്കിനാക്കി. ഇനി ഒരു കാര്യം ചെയ്യാം, നമ്മൾ മുമ്പ് ഉണ്ടാക്കിയിരുന്ന സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ, കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ നമ്മളൊരു ഡാറ്റാബേസ് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേറൊരു ഷീറ്റിൽ ഞാൻ കമ്പ്യൂട്ടർ എന്നുള്ള പേര് കൊടുക്കുക. കാരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. കാരണം അക്കാഡമിക് എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് വേറെ ഉണ്ട്. ഇത് വേറെ ഷീറ്റിൽ ഞാൻ കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ വേറൊരു ഡാറ്റാബേസിനെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഡാറ്റാബേസിൽ ഇപ്പോൾ എന്താണ്, ഒന്നുമില്ല, ബ്ലാങ്കാണ്. അതിൽ നമ്മൾ ടേബിളൊന്നും ക്രിയേറ്റ് ഇല്ല, ജസ്റ്റ് ഡാറ്റാബേസ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ. അപ്പോൾ നമുക്കിപ്പോൾ 2 ഡാറ്റാബേസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ 2 ഡാറ്റാബേസിൽ ഒന്ന് അക്കാഡമിക്കും ഒന്ന് കമ്പ്യൂട്ടറും. അക്കാഡമിക്കിൽ നമ്മളിപ്പോൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ. കമ്പ്യൂട്ടറിൽ ഇപ്പോൾ എന്താണ്, ഒരു ടേബിളും ക്രിയേറ്റ് ചെയ്തില്ല, ഒന്നുമില്ല, ബ്ലാങ്ക് ഡാറ്റാബേസാണ് അത്. ഇനി ഞാനിപ്പോൾ കമ്പ്യൂട്ടർ എന്നുള്ള പേരിൽ ഒരു ഡാറ്റാബേസ് ഓൾറെഡി ഉണ്ട്, സ്റ്റുഡൻ്റ് അല്ല, കമ്പ്യൂട്ടർ. അപ്പോൾ ഞാൻ ആ ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്യാൻ, അപ്പോൾ യൂസ് എന്ത് കൊടുക്കണം, യൂസ് കമ്പ്യൂട്ടർ എന്ന് കൊടുക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ആ ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ആയി അല്ലേ? ഡാറ്റാബേസ് ചേഞ്ച്ഡ്, ഇവിടെ കണ്ടോ? അപ്പോൾ ഇപ്പോൾ അക്കാഡമിക്കിലായിരുന്നു ഓൾറെഡി, അത് ഞാൻ ഏതിലേക്ക് ചേഞ്ച് ചെയ്തു, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ കമ്പ്യൂട്ടർ ഡാറ്റാബേസിൽ എന്താണുള്ളത്, ഒന്നുമില്ല അല്ലേ? ഒരു ടേബിളും അതിലില്ല. അപ്പോൾ ഞാൻ ഷോ ടേബിൾസ് എന്ന് കൊടുക്കുകയാണ്. ഇപ്പോൾ ഷോ ടേബിൾസ് കൊടുത്തപ്പോൾ എന്താ ഇതിൽ പറയുന്നത്, എംപ്റ്റി സെറ്റ്. അതിൻ്റെ മീനിങ് എന്താ, അതായത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡാറ്റാബേസിൽ ഒരു ടേബിളും ഇപ്പോൾ ഇല്ല. ഇനി ഞാൻ വീണ്ടും അക്കാഡമിക്കിലേക്ക് ചേഞ്ച് ചെയ്യാം, യൂസ് അക്കാഡമിക്, ഡാറ്റാബേസ് ചേഞ്ച്ഡ്. ഇപ്പോൾ ഡാറ്റാബേസ് ചേഞ്ച് കഴിഞ്ഞപ്പോൾ അക്കാഡമിക്കിൽ ഓൾറെഡി എന്തുണ്ട്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട്. അപ്പോൾ നോക്കാം, ഷോ ടേബിൾസ്. അപ്പോൾ ഇത് അടിക്കുന്ന സമയത്ത് അതിൽ കാണിക്കുന്നുണ്ട് ടേബിൾസ് ഇൻ അക്കാഡമിക് അല്ലേ? അക്കാഡമിക്കിൽ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് പേര്, സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഡാറ്റ ഒന്നുമില്ല, പക്ഷെ എന്താ, സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിലൊരു ടേബിൾ അതിലുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. ഏതിൽ, അക്കാഡമിക്കിൽ തന്നെ.
ഞാൻ വേറെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. മാർക്ക് ലിസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ മാർക്ക് ലിസ്റ്റിൻ്റെ ഫീൽഡുകൾ എന്തൊക്കെയാണ്? നമുക്ക് സീരിയൽ നമ്പർ കൊടുക്കാം, പിന്നെ വേണ്ട, റോൾ നമ്പർ തന്നെ കൊടുക്കട്ടെ. റോൾ നമ്പർ, പിന്നെ നെയിം, നിങ്ങൾ മാർക്ക്, ഓരോ സബ്ജക്റ്റിൻ്റെ മാർക്ക് 1, മാർക്ക് 2, ടോട്ടൽ 2 സബ്ജക്റ്റിൻ്റെ മാർക്കും അതിൻ്റെ ടോട്ടൽ. അപ്പോൾ ഇതാണ് മാർക്ക് ലിസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾ. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റുഡൻ്റ് എന്നുള്ള പേരിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസ് അക്കാഡമിക്കാണ് അല്ലേ? അപ്പോൾ അതിൽ തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം, ഏത് ഡാറ്റാബേസിലാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് കമാൻഡ്? ക്രിയേറ്റ് ടേബിൾ, ടേബിളിൻ്റെ പേര് മാർക്ക് ലിസ്റ്റ് അല്ലേ? മാർക്ക് ലിസ്റ്റ് ബ്രാക്കറ്റിൽ എന്തൊക്കെ കൊടുക്കണം? അതിൻ്റെ ഫീൽഡുകൾ കൊടുക്കണം, ആ ഫീൽഡിൻ്റെ ഡാറ്റ ടൈപ്പും കൊടുക്കണം. ഇപ്പോൾ റോൾ നമ്പർ എന്താ കൊടുക്കുക? ഇൻറ്റ് അല്ലേ? റോൾ നമ്പർ ഇൻറ്റ് കൊടുത്തു. റോൾ നമ്പറിൻ്റെ സൈസ് നമുക്കൊരു 2 കൊടുക്കാം. ഈ കോമ ഇടുക, സ്പേസ്, അടുത്തത് നെയിമിൻ്റെ ഡാറ്റ ടൈപ്പ് എന്തായിരുന്നു? വേർക്കാർ. അതിൻ്റെ സൈസ് നമുക്കൊരു 20 തന്നെ കൊടുക്കാം അല്ലേ? 15 മതിയോ? അല്ല, 20 തന്നെ കൊടുക്കാം. അപ്പോൾ ഈ സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ലെങ്ത്താണ്. നമ്മൾ പേരൊക്കെ ചിലപ്പോൾ വലിയ പേരുകളൊക്കെ ഉണ്ടാവുമല്ലോ, മാക്സിമം നമ്മൾ ലെങ്ത്ത് 20 ആണ് കൊടുക്കുക. ഇനി മാർക്ക് 1 ഫസ്റ്റ് സബ്ജക്റ്റിൻ്റെ മാർക്ക്, അത് നമ്മൾ എൻ്റർ ചെയ്യുക നമ്പറിലാണ് അല്ലേ? അപ്പോൾ അതിനും ഇൻറ്റ് തന്നെ കൊടുത്തു. മാർക്ക് മാക്സിമം മാർക്ക് എത്ര വരും? സൈസ് 2, 3, 100 കിട്ടുന്നവരൊക്കെ ഉണ്ടാവും, 3 കൊടുക്കുക. അപ്പോൾ മാർക്ക് 2 ഇൻറ്റ് മാർക്ക് 2 ആണ്. മാർക്ക് 1 നമ്മൾ കൊടുത്തു, മാർക്ക് 2 ഇൻറ്റ് അതിൻ്റെ സൈസ് 3 കൊടുത്തു. ഇനി മാർക്ക് 3 ഇൻറ്റ് അതിൻ്റെ സൈസ് 3 കൊടുത്തു. പിന്നെ അടുത്ത ടോട്ടൽ അല്ലേ? ലാസ്റ്റ് ടോട്ടൽ അതേപോലെ തന്നെ ഇൻറ്റിജർ തന്നെയാണ്, അത് നമുക്ക് 3 ഡിജിറ്റ് മതി. ഞാൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ട്. ഇനി എൻ്റർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫീൽഡൊക്കെ നോക്കുക. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന റോൾ നമ്പർ, നെയിം, മാർക്ക് 1, പിന്നെ മാർക്ക് 2, ടോട്ടൽ. അപ്പോൾ ഇതിൽ നമ്മൾ അടിച്ചപ്പോൾ എന്തോ എറർ ഉണ്ടല്ലോ. എന്താണ് എറർ? ടോട്ടലിൻ്റെ അവിടെ എന്തോ എറർ ഉണ്ട്. എന്താ എറർ? ആ മാർക്ക് 3 ഇൻറ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ കോമ ഇട്ടില്ല, കണ്ടോ? അപ്പോൾ കോമ ഇടാത്തത് കൊണ്ടാണ് എറർ കാണിച്ചത്. അപ്പോൾ നിങ്ങൾ എറർ മെസ്സേജ് വരുന്ന സമയത്ത് ഇതുപോലെ നോക്കുക, അത് വായിച്ചു നോക്കുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും എവിടെയാണ്. അപ്പോൾ ഈ ക്വറി ഓക്കെയാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? നമ്മൾ മാർക്ക് ലിസ്റ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അക്കാഡമിക്കിൽ ഇപ്പോൾ 2 ടേബിൾസ് ഉണ്ട് അല്ലേ? അക്കാഡമിക് എന്ന് പറയുന്ന ഷോർട്ട് ടേബിൾസ് അടിക്കുക. അക്കാഡമിക് എന്ന് പറയുന്ന ഡാറ്റാബേസിൽ 2 ടേബിൾസ് ഇപ്പം കറൻ്റ്ലി ഉണ്ട്. ഷോർട്ട് ടേബിൾസ് അടിച്ചു കഴിഞ്ഞാൽ 2 ടേബിളും ലിസ്റ്റ് ചെയ്യും. മാർക്ക് ലിസ്റ്റും ഉണ്ട്, സ്റ്റുഡൻറ്റും ഉണ്ട്. ഇനി കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡാറ്റാബേസിൽ ഒന്നുമില്ല, ഡാറ്റാബേസ് മാത്രമേ ഉള്ളൂ. അതിൽ ടേബിൾസ് ഒന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല. ഇനി ഷോർട്ട് ടേബിൾസ് കണ്ട അക്കാഡമിക്കിൽ 2 ടേബിൾസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ DESC എന്നൊരു കമാൻഡ് ഉണ്ട്. DESC സ്റ്റുഡൻറ്റ് എന്നടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിൻ്റെ ആ ഒരു സ്ട്രക്ചർ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ അതിൽ കുറേ ഫീൽഡുകൾ വേറെ ഉണ്ടാകും. ഇപ്പോൾ നിങ്ങൾ നോക്കണ്ട, ഇപ്പോൾ ജസ്റ്റ് ആ ഫീൽഡും ടൈപ്പും നോക്കിയാൽ മതി.
അപ്പോൾ നിങ്ങൾക്ക് കാണാം റോൾ നമ്പർ, അതിൻ്റെ ടൈപ്പ് ഏതാണ്, ഇൻറ്റിജർ, അതിൻ്റെ സൈസ് 2 അവിടെ കാണാം, നെയിം, അതിൻ്റെ വേർക്കാർ, അതിൻ്റെ സൈസ്, ഉള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ DESC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടേബിളിൻ്റെ സ്ട്രക്ചറാണ് അത് ഡിസ്പ്ലേ ചെയ്യുക. മാർക്ക് ലിസ്റ്റിൻ്റെ അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഫീൽഡുകളുള്ളത്, അതിൻ്റെ സൈസ് എന്താണ്, ഡാറ്റ ടൈപ്പ് എന്താണ്, അതൊക്കെയാണ് അവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മാർക്ക് 3 നമ്മൾ കൊടുത്തതിൽ മാർക്ക് 2 വരെ കൊടുത്തിട്ടുള്ളായിരുന്നു അല്ലേ. മാർക്ക് 3 ഉണ്ട്, ടോട്ടലും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ടേബിളും അതുപോലെ തന്നെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്ന ടേബിളും ഉണ്ട്. പക്ഷേ രണ്ടിലും എന്താണ്, ഡാറ്റ ഇല്ല അല്ലേ, ബ്ലാങ്ക് ആണ്. അപ്പോൾ നമുക്ക് ഇനി ഡാറ്റ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇനി നോക്കാം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു കമാൻഡ്, ഇപ്പോൾ സെലക്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മീനിങ് സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തായിരുന്നു, നമ്മളെ ടേബിളിൻ്റെ പേരാണ് അല്ലേ. അപ്പോൾ സെലക്ട് സ്റ്റാർ എന്ന് പറഞ്ഞാൽ മീനിങ് ഓൾ എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ എല്ലാ ഡാറ്റയും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യാൻ മീൻസ് ഡിസ്പ്ലേ ചെയ്യാം. അപ്പോൾ അതാണ് അതിൻ്റെ മീനിങ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് എന്ന പേരിലുള്ള ടേബിളിലുള്ള എല്ലാ ഡാറ്റയും ഡിസ്പ്ലേ ചെയ്യാം. അതാണ് ഇതിൻ്റെ മീനിങ്. ഈ സെലക്ട് എന്ന് പറയുന്നത് എന്താണ്, ഒരു DML കമാൻഡാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം. എംപ്റ്റി സെറ്റ് അല്ലേ, എന്താണ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, പക്ഷേ അവിടെ എന്താണ്, ഡാറ്റ ഒന്നുമില്ല അല്ലേ. ഇനി അതേപോലെ തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം മാർക്ക് ലിസ്റ്റ്, അതും എംപ്റ്റി സെറ്റ്. മാർക്ക് ലിസ്റ്റിൽ എന്താണ്, ഇപ്പോൾ ഡാറ്റ ഒന്നും ഇല്ല. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാം, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ഇൻ ടു ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക. ഇപ്പോൾ ഏത് ടേബിളിലേക്കാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്, സ്റ്റുഡൻറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാം, സ്റ്റുഡൻറ്റ്. അപ്പോൾ അതാണ് ഫോർമാറ്റ്. ഇൻസേർട്ട് ഇൻ ടു എന്ന് പറഞ്ഞിട്ട് ആ ടേബിളിൻ്റെ പേര് കൊടുക്കുക, എന്നിട്ട് വാല്യൂസ് എന്ന് കൊടുക്കണം, വാല്യൂസ്, എന്നിട്ട് ബ്രാക്കറ്റിൽ ആ വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഫസ്റ്റ് നോക്കുക, ഫസ്റ്റ് ആദ്യത്തെ റെക്കോർഡ് നോക്കുക. ആദ്യത്തെ ആളുടെ റെക്കോർഡാണ് നമ്മൾ ആദ്യം ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ ആളുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ അയാളുടെ റോൾ നമ്പറാണ് അല്ലേ. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റിൽ റോൾ നമ്പർ ആ വാല്യൂ ബ്രാക്കറ്റിൽ കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് എന്താ കൊടുക്കേണ്ടത്, 1 ആണ് കൊടുക്കേണ്ടത്. 1 കൊടുക്കുക, എന്നിട്ട് കോമ ഇടുക. കോമ ഇട്ടിട്ട് അടുത്ത അയാളുടെ പേര്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പേര് സ്ട്രിങ് കൊടുക്കുന്ന സമയത്ത് കോഡ്സിൽ കൊടുക്കണം, സിംഗിൾ കോഡ്സിൽ കൊടുക്കണം. നേരെ മറിച്ച് നമ്പർ എൻ്റർ ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ് എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഏജ് അതുപോലെ നമ്പറാണ്, അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് 20 മാത്രം കൊടുത്തു. ഇനി ബ്രാഞ്ചാണുള്ളത്, ബ്രാഞ്ച് കമ്പ്യൂട്ടറാണ്, അതൊരു സ്ട്രിങ് ആണ് അല്ലേ. സ്ട്രിങ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സിംഗിൾ കോഡ്സിൽ കൊടുക്കണം. സിംഗിൾ കോഡ്സിൽ കൊടുത്തിട്ട് കോമ ഇടുക. ഇനി അടുത്ത എന്താണ്, സെമസ്റ്റർ ആണ് അല്ലേ. സെമസ്റ്റർ ഏതാ, 3, അതെന്താണ്, ഇൻറ്റിജറാണ്. അപ്പോൾ ജസ്റ്റ് 3 എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമി കോളൻ ഇടുക. അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് വാല്യൂ 1, റോൾ നമ്പർ, നെയിം, ഏജ്, ബ്രാഞ്ച്, സെമസ്റ്റർ. ഓക്കെ, അപ്പോൾ എന്തായി, ക്വറി ഓക്കെ, 1 റോ എഫക്റ്റ്. അപ്പോൾ എന്തായി, ഒരു റോ ഓഫ് ഡാറ്റ ആ ടേബിളിലേക്ക് ഇൻസേർട്ടായി. ഇനി നോക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് അടിക്കുന്ന സമയത്ത് എന്താ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഡാറ്റ ഉണ്ട് അല്ലേ, കണ്ടോ. അപ്പോൾ ഫസ്റ്റ് റോ ഓഫ് ഡാറ്റ അവിടെ ഡിസ്പ്ലേ ചെയ്തു, കണ്ടോ. ഈ രീതിയിലാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത്, ടേബിളിലേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ആളുടെ റെക്കോർഡ് നമ്മൾ ഇൻസേർട്ട് ചെയ്തു, ഒരു റെക്കോർഡ് ഇൻസേർട്ട് ചെയ്തു. ഇനി രണ്ടാമത്തെ ആളുടെ നോക്കാം. ഇനി അതേപോലെ തന്നെ ഒന്നും കൂടി ഇൻസേർട്ട് ഇൻ ടു കൊടുക്കണം. അപ്പോൾ ഇൻസേർട്ട് ഇൻ ടു എന്ന് പറഞ്ഞ കമാൻഡ് എടുത്തിട്ട് എന്ത് കൊടുക്കുക, ഇൻസേർട്ട് ഇൻ ടു ഇതിലേക്കാണ്, സ്റ്റുഡൻറ്റിലേക്ക് അല്ലേ. ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ്, വാല്യൂസ് എന്താണ്, രണ്ടാമത്തെ ആളുടെ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ രണ്ടാമത്തെ ആളുടെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്നത് റോൾ നമ്പറാണ് അല്ലേ. റോൾ നമ്പർ നമ്മൾ എന്ത് കൊടുക്കണം, 2 അല്ലേ. 2 കൊടുക്കുക, കോമ ഇടുക. പിന്നെ അജയ് ആണ് പേര്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രിങ് ആയതുകൊണ്ട് സിംഗിൾ കോഡ്സിൽ
കൊടുക്കുക, കോമ ഇടുക. എഗെയിൻ എന്താണ് 20 അല്ലേ, 20 ഏജ് 20 ആണ്, അത് ഇൻറ്റിജറാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നേരിട്ട് കൊടുത്താൽ മതി. സോറി 19. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് ആണ് അതിൻ്റെ ബ്രാഞ്ച്. അത് നമ്മൾ സിംഗിൾ കോഴ്സിൽ കൊടുത്തു, കോമ സെമസ്റ്റർ 4. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ചെക്ക് ചെയ്യുക. 2 അജയ് 19 ഇലക്ട്രോണിക്സ് 4. ഓക്കെ, വാല്യൂ ആ ഓർഡറിൽ തന്നെ കൊടുക്കണം. ഓർഡറിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ ഇതിലും ടേബിളിലേക്കും തെറ്റിയിട്ടാണ് ഇൻസേർട്ട് ആവുക. അപ്പോൾ ഈ രണ്ടാമത്തത് നമ്മൾ പിന്നെ ഇൻസേർട്ട് ചെയ്തു. ഇനി ഒന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ആ ടേബിളിലെ ഡാറ്റ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്തു. അപ്പോൾ കണ്ടോ എന്തായി, രണ്ടാമത്തെ ഡാറ്റയും ഇൻസേർട്ട് ആയിരുന്നു. അപ്പോൾ ഇതിനിടയിൽ എറർ മെസ്സേജ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ എറർ മെസ്സേജ് തിരുത്തിയിട്ട് വീണ്ടും കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇപ്പോൾ 2 ഡാറ്റയാണ് ഉള്ളത് അല്ലേ, 2 ആളുടെ റെക്കോർഡ്സാണ് ഇപ്പോൾ ഇൻസേർട്ട് ആയിട്ടുള്ളത്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കമ്പ്യൂട്ടർ എടുക്കുക. കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഓൾറെഡി എന്താണ്, അതിലൊന്നുമില്ല അല്ലേ, ഒരു ടേബിളും ഇല്ല. അപ്പോൾ അതിലേക്ക് ചേഞ്ച് ചെയ്യാണ്, യൂസ് കമ്പ്യൂട്ടർ. അപ്പോൾ ഡാറ്റാബേസ് നമ്മൾ ചേഞ്ച് ചെയ്തു അല്ലേ, ഡാറ്റാബേസ് ചേഞ്ച് ചെയ്തു. ഇപ്പോൾ അതിലെന്താ ഉള്ളത്, അതിൽ ബ്ലാങ്ക് ആണ്, ഒരു ടേബിളും ഇല്ല. ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യാൻ പോകും. കമ്പ്യൂട്ടറിൽ ഒരു ടേബിള് ക്രിയേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അതിൻ്റെ പേര് നമുക്ക് സ്റ്റുഡൻറ്റ് എന്ന് തന്നെ കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഓൾറെഡി അക്കാഡമിക്കലി സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും നമ്മൾ സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അത് എവിടെയാണ്, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡാറ്റാബേസിലാണ്. അക്കാഡമിക്കിൽ ഓൾറെഡി ഒരു സ്റ്റുഡൻറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് അതിൽ പിന്നെ സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഡാറ്റാബേസ് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് എനിക്ക് സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഡാറ്റാബേസിൽ ഒരു പേരിൽ ഒരു ടേബിളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ സീരിയൽ നമ്പർ കൊടുത്തു, സെമസ്റ്റർ എന്ന് കൊടുത്തു, ഹെഡിങ് ടേബിൾ ഹെഡറാണിത്, സീരിയൽ നമ്പർ പിന്നെ ഒരു നമ്പർ ഓഫ് സ്റ്റുഡൻറ്റിന് ഞാൻ ഷോർട്ടാക്കിയിട്ട് n_stud എന്ന് കൊടുത്തു. ഓക്കെ, ഇങ്ങനെ ഒരു ചെറിയ ടേബിൾ. അപ്പോൾ ആദ്യത്തെ സീരിയൽ നമ്പർ 1, സെമസ്റ്റർ 2ൽ 58 പിള്ളേരുണ്ട്. ഓക്കെ, ചെറിയൊരു ടേബിൾ. ഇനി രണ്ടാമത്തെ റെക്കോർഡ് സീരിയൽ നമ്പർ 2, സെമസ്റ്റർ 3ൽ 62 കുട്ടികൾ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചെറിയ ടേബിൾ. അപ്പോൾ 2 റെക്കോർഡാണ് ഇതിലുള്ളത്. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് ടേബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക, ടേബിളിൻ്റെ പേര് സ്റ്റുഡൻറ്റ്. അപ്പോൾ ആദ്യം നോക്കണം ഏത് ഡാറ്റാബേസിലാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ് കൊടുത്തു, ബ്രാക്കറ്റിൽ നമ്മൾ അതിൻ്റെ ഫീൽഡുകൾ, സീരിയൽ നമ്പർ ടൈപ്പ് ഇൻറ്റിജറാണ്, ഇൻറ്റിജർ സൈസ് നമ്മൾ കൊടുത്തു, 3 കൊടുത്തു. സെമസ്റ്റർ അതും ഇൻറ്റിജറാണ്, അപ്പോൾ നമ്മൾ ഇൻറ്റ് എന്ന് കൊടുത്തു, ബ്രാക്കറ്റിൽ അതിൻ്റെ സൈസ് കൊടുത്തു. സെമസ്റ്റർ നമ്മൾ സിംഗിൾ നമ്പറേ വരുള്ളൂ അല്ലേ, അതുകൊണ്ട് 1 കൊടുത്തു. പിന്നെ നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് n_stud, അതിൻ്റെ ടൈപ്പും അതേപോലെ തന്നെ ഇൻറ്റിജറാണ്, മാക്സിമം വരെ 2 ഡിജിറ്റാണ് അല്ലേ, അപ്പോൾ നമ്മൾ 2 കൊടുത്തു. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. ഓക്കെ, അപ്പോൾ കൊറി ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ചെക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്യാം. അപ്പോൾ കൊറി ഓക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താ, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡാറ്റാബേസിൽ നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്തു അല്ലേ.
സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ കാണാം ഷോർട്ട് ടേബിൾസ് അടിച്ചു കഴിഞ്ഞാൽ ടേബിൾസ് ഇൻ കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റ്. ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടറിലും സ്റ്റുഡൻറ്റ് എന്നുള്ള പേരിൽ ഒരു ടേബിളുണ്ട്, അതുപോലെ തന്നെ അക്കാഡമിക്കിലുണ്ട്. ഇനി നമുക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് അല്ലേ, സ്റ്റുഡൻറ്റ്, എന്നിട്ട് വാല്യൂസ്, ഇൻസേർട്ട് ഇൻ ടു സ്റ്റുഡൻറ്റ് വാല്യൂസ്, എന്നിട്ട് ബ്രാക്കറ്റിൽ വാല്യൂ കൊടുക്കുക. ഫസ്റ്റ് വാല്യൂ സീരിയൽ നമ്പർ 1 കൊടുത്തു, സെമസ്റ്റർ 2 കൊടുത്തു, നമ്പർ ഓഫ് സ്റ്റുഡൻറ്റ് 58 കൊടുത്തു, ബ്രാക്കറ്റിൽ ക്ലോസ് ചെയ്ത് സെമിക്കോളൻ. ഇവിടെ എന്താണ് സ്ട്രിങ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്പേഴ്സൊക്കെ ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്താൽ മതി. ഇനി അടുത്ത റെക്കോർഡ്, അതിൽ സീരിയൽ നമ്പർ 2, സെമസ്റ്റർ 3, നമ്പർ ഓഫ് സ്റ്റുഡൻസ് 62, എന്നിട്ട് സെമിക്കോളൻ ഇട്ട് എൻ്റർ ചെയ്തു. അപ്പോൾ 2 കുറിയും ഓക്കെയാണ്. അപ്പോൾ ഈ 2 റെക്കോർഡും അതിലെന്തായി, ഇൻസേർട്ടായി അല്ലേ. ഇനി നോക്കുക, അപ്പോൾ അതിലുള്ള ഡിസ്പ്ലേ ചെയ്യാൻ എന്താ കൊടുക്കുക, സെലക്ട് അല്ലേ, സെലക്ട് സ്റ്റാർ ഫ്രം ഏതാണ് ടേബിളിൻ്റെ പേര്, സ്റ്റുഡൻറ്റ്. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് കൊടുത്താൽ അതിലുള്ള എല്ലാ ഡാറ്റയും അല്ലെങ്കിൽ എല്ലാ റെക്കോർഡ്സും ഡിസ്പ്ലേ ചെയ്യും. ഇപ്പോൾ കണ്ടോ, അപ്പോൾ നമ്മളവിടെ എക്സൽ ഷീറ്റിൽ അവിടെ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള അതേ രീതിയിൽ ക്രിയേറ്റ്. ഇപ്പോൾ 2 ഒരേ പേരിലുള്ള 2 ടേബിളാണ്, പക്ഷെ എന്താണ് രണ്ടും വ്യത്യസ്ത ഡാറ്റാബേസിലാണ്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ഡാറ്റാബേസാണോ നമ്മൾ യൂസ് ചെയ്തത് അതിലുള്ള സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് ഡിസ്പ്ലേ ചെയ്യുക, അതിലുള്ള ടേബിളിൻ്റെസിനാണ് ഡിസ്പ്ലേ ചെയ്യുക അല്ലേ. ഇപ്പോൾ ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്നാണ് കൊടുത്തത്, പക്ഷേ കാണിച്ച ഏതിലാണ്, കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡാറ്റാബേസിലാണ്. ഇനി അക്കാഡമിക്കിൽ വേറൊരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടേബിൾ ഉണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അത് കാണണമെന്നുണ്ടെങ്കിൽ ആദ്യം അക്കാഡമിക്കിലേക്ക് ചേഞ്ച് ആവണം അല്ലേ. അപ്പോൾ ഡാറ്റാബേസ് ചേഞ്ച് ചെയ്തു. ഇനി സ്റ്റുഡൻറ്റ്, ഇനി ഞാൻ ഇതേ കമാൻഡ് ഞാൻ വീണ്ടും അടിക്കണം, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് കണ്ടോ അതിലെ ഡാറ്റ ഏതിലെല്ലാം കാണിച്ച്, അക്കാഡമിക് എന്ന് പറയുന്ന ഡാറ്റാബേസിലെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ടേബിളിലെ ഡാറ്റയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഏത് ഡാറ്റാബേസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഡാറ്റാബേസിലുള്ള ടേബിൾസാണ് നമുക്ക് കറൻ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റുക. അതല്ലാതെ നമ്മൾ വേറൊരു ഡാറ്റാബേസിൽ ഏതെങ്കിലും ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിലുള്ള ഡാറ്റ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ കൊടുത്ത് സെലക്ട് സ്റ്റാർ ഫ്രം പേര് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, അതിലുള്ള ഡാറ്റ ഡിസ്പ്ലേ ചെയ്യില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ലൈബ്രറിയുടെ ഒരു കേസ് പറഞ്ഞു. ഇപ്പോൾ ലൈബ്രറിയിൽ ഇപ്പോൾ 2 റൂമുകളുണ്ടെങ്കിൽ ആ വേറെ റൂമിലുള്ള ഒരു കാര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ റൂമിലേക്ക് ആദ്യം കിടക്കണ്ടേ. അതേപോലെ തന്നെ ഏത് ഡാറ്റാബേസാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഡാറ്റാബേസ് എന്തായിരിക്കണം, യൂസ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ട് ആ ഡാറ്റാബേസിലേക്ക് ചേഞ്ച് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഡാറ്റാബേസിനുള്ളിലുള്ള ടേബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ആ ഡാറ്റാബേസിൽ ടേബിൾ ക്രിയേറ്റ് ചെയ്യുക, ആ ടേബിളിൽ എങ്ങനെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ട്സ് ഉണ്ടാവും, കാരണം നമ്മൾ നേരിട്ട് ഉള്ള ക്ലാസ് അല്ല. അപ്പോൾ ഓൺലൈനിൽ ലാബിൻ്റെ കാര്യങ്ങൾ, എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യുമെന്ന് പറയുമ്പോൾ എന്തായാലും ഡൗട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഡൗട്ട്സ് നിങ്ങൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ട് ചോദിക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇനി വീട്ടിൽ സിസ്റ്റം ഉള്ളവർ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് ഞാൻ ഒരു വർക്ക് തരാം, അത് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു സിമ്പിൾ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന്, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഒരു ഡാറ്റാബേസിൻ്റെ ഉള്ളിൽ എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം, ആ ടേബിളിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാം, ഇനി ആ ടേബിളിലുള്ള കണ്ടൻസ് നമുക്ക് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത് എക്സിറ്റ് ചെയ്യുക എങ്ങനെയാണ്,
നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്ത് കൊടുക്കാം, എക്സിറ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുക, EXIT. ഓക്കെ, അപ്പോൾ താങ്ക് യു.